കോഴിക്കോട് ബീച്ചിൽ കഞ്ചാവ് ഉണക്കാനിട്ട് കിടന്നുറങ്ങിയയാൾ പിടിയിൽ. കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. ബീച്ചിലെത്തിയവർ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വെള്ളയിൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് രാവിലെയാണ് സംഭവം. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഈ ബീച്ചിന്റെ പരിസരത്തൊക്കെ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗവും വിൽപ്പനയും ഒക്കെ നടക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം. വളരെ ഗൌരവതരമായൊരു കാര്യം തന്നെയല്ലേ ഇത്? തീർത്തും ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ഭാഗത്ത് ലഹരി ഉപയോഗം ശക്തമാണ്, അത് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു എന്നുൾപ്പെടെയുള്ള നിരന്തര പരാതികൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് പരസ്യമായി തന്നെ ഒരാള് കഞ്ചാവ് ഉണക്കാനിട്ട ശേഷം പൊതുമധ്യത്തിൽ കിടന്ന് ഉറങ്ങിയത്. അതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ വ്യായാമത്തിനെത്തിയ ആളുകളാണ് ഈ സംഭവം ആദ്യം കണ്ടത്. പിന്നീട് വെള്ളയിൽ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുകയായിരുന്നു. നിരന്തരം പോലീസിന്റെ പട്രോളിംഗ് നടക്കുന്ന ഒരു ഭാഗത്താണ് ഇങ്ങനെ ഒരു വ്യക്തി കഞ്ചാവുമായി കിടന്നുറങ്ങിയത് എന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളയിൽ സ്വദേശിയായ മുഹമ്മദ് റാഫിയാണ് പിടിയിലായത്. ഇയാൾ നിരന്തരം കഞ്ചാവ് കേസിലെ പ്രതി കൂടിയാണ്. ഏതായാലും ഉച്ചയോടെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ശരി നന്ദു.